മോഡിഫൈഡ് ബൈക്കുകൾക്ക് കുരുക്കുമുറുക്കി MVD, RC സസ്പെൻഷൻ വരെ. രൂപമാറ്റം വരുത്തിയ ബൈക്കുകൾ ഓടിക്കുന്നവരുടെ പേരിൽ ശക്തമായ നിയമ നടപടിയുമായി മോട്ടോർ വാഹന വകുപ്പും പോലീസും. വാഹന നിർമ്മാതാക്കൾ ഘടിപ്പിച്ച സൈലൻസറുകൾക്ക് പകരം പുതിയവ ഉപയോഗിച്ച് രൂപമാറ്റം വരുത്തുന്ന വാഹന ഉടമകൾക്കെതിരെയാണ് നടപടി. തീത്തുപ്പുന്നതും സ്ഫോടനമുണ്ടാക്കുന്നതുമായ വിധത്തിലുള്ള ബൈക്കുകൾ ഓടിക്കുന്നത് വർദ്ധിക്കുന്നുവെന്നാണ് അധികൃതരുടെ പക്ഷം. നിലവിലെ എഞ്ചിൻ കൺട്രോൾ യൂണിറ്റ് മാറ്റം വരുത്തുന്നതിനാലാണ് സ്ഫോടനവും തീജ്വാലയും ഉണ്ടാകുന്നത്. ഇത് മറ്റു വാഹന യാത്രക്കാരെയും കാൽനട യാത്രക്കാരെയും ഒരുപോലെ പ്രയാസപ്പെടുത്തുന്നുണ്ട്. പെട്രോൾ പമ്പുകൾ പോലുള്ള സുരക്ഷ ആവശ്യമുള്ള ഇടങ്ങളിൽ തീപിടുത്ത സാധ്യതയും വർദ്ധിക്കും. ശബ്ദമലിനീകരണവും മറ്റൊരു പ്രശ്നമാണ്. 1988 മോട്ടോർ വാഹന നിയമപ്രകാരം ശിക്ഷാർഹമായ കുറ്റമാണ് വാഹനങ്ങളുടെ രൂപമാറ്റം വരുത്തൽ. നിലവിലെ നിയമപ്രകാരം വാഹന നിർമ്മാതാക്കളുടെ അടിസ്ഥാന ഘടനയിലോ പ്രധാന ഘടകങ്ങളിലോ അനധികൃതമായി മാറ്റം വരുത്താൻ പാടില്ല. റോഡ് സുരക്ഷാ മാനദണ്ഡങ്ങളുടെ ലംഘനവും ശബ്ദ മലിനീകരണവും കൂടിയാണിത്. കേന്ദ്ര സർക്കാരിന്റെ മോട്ടോർ വാഹന നിയമപ്രകാരം 1988 റൂൾ 120 പ്രകാരം ശബ്ദപരിധി ലംഘിക്കാൻ പാടില്ല. രാത്രികാലങ്ങളിൽ ഇത്തരം ബൈക്കുകൾ ഓടിക്കുന്നത് പലയിടത്തും പതിവായിട്ടുണ്ടെന്നും സിറ്റി ട്രാഫിക് അധികൃതർ വ്യക്തമാക്കി. 2 മാസത്തിനിടെ ഇത്തരത്തിൽ 165 കേസുകൾ എടുത്തു. ഈ ചലാൻ വഴി 8,80,000 രൂപ പിഴ ഈടാക്കി. ഇത്തരം നിയമലംഘനങ്ങൾ ഉണ്ടായാൽ പൊതുജനങ്ങൾക്ക് ബന്ധപ്പെട്ട അധികൃതരെ അറിയിക്കാം. വിവരങ്ങൾ നൽകുന്ന വ്യക്തിയുടെ പേരും വിവരവും രഹസ്യമായി സൂക്ഷിക്കുമെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ പറഞ്ഞത്. സൈലൻസർ രൂപമാറ്റത്തിന് 5,000 രൂപയും ശബ്ദമലിനീകരണത്തിന് 2,000 രൂപയും പിഴയടയ്ക്കണം. 2 സൈലൻസർ രൂപമാറ്റം വരുത്തിയാൽ 10,000 രൂപ പിഴ ഈടാക്കും. കുറ്റകൃത്യത്തിന്റെ വ്യാപ്തി വർദ്ധിക്കുന്നതനുസരിച്ച് പിഴയും കൂടും. കൂടാതെ കുറ്റകൃത്യങ്ങൾ ആവർത്തിച്ചാൽ 7 ദിവസത്തിനകം പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. ഇതുകൂടാതെ RCയും സസ്പെൻഡ് ചെയ്യും. വരും ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള വാഹനങ്ങൾ പിടികൂടാൻ പോലീസും മോട്ടോർ വാഹന വകുപ്പും സംയുക്തമായി സ്പെഷ്യൽ ഡ്രൈവ് നടത്താനാണ് തീരുമാനം.